ഹലോ ഡിയർ ആസ്പിരൻസ്. അപ്പം നമ്മൾ തുടങ്ങി വെച്ച ഡിഗ്രി പ്രിലിംസ്, അപ്കമിങ് ഡിഗ്രി പ്രിലിംസ് 2025 ഡിഗ്രി പ്രിലിംസ് എക്സാം മെയ് 24 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവിങ് സീരീസ് ആണ്. ഇതിൻ്റെ അകത്ത് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 സെഷൻസിൽ നമ്മൾ നാഷണൽ ഇൻകോയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിരുന്നു. ഇതിപ്പം നമ്മൾ അടുത്തൊരു മൊഡ്യൂള് നിങ്ങളുടെ സിലബസിൽ തന്നെ 1 മാർക്ക് ഉറപ്പായിട്ട്, മിനിമം 1 മാർക്ക്, 2 മാർക്ക് വരെ പോയിട്ടുണ്ട് ചില എക്സാംസിൽ. വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, സോ പബ്ലിക് ഫിനാൻസ് ആൻഡ് ബഡ്ജറ്റിംഗിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡെഫിസിറ്റ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിസിറ്റ് ആണ് ഇത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഓക്കെ, സോ പലരും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇക്വേഷൻ വെച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് കൺസെപ്ച്വലി പഠിക്കുക എന്നുള്ളതാണ്. സോ ഇതൊരു PYQ സെഷൻ മാത്രമല്ല. ഇത്തവണത്തെ ബഡ്ജറ്റ്, ഇതിപ്പോൾ പഴയ ബഡ്ജറ്റിനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസിൽ അതത് ബഡ്ജറ്റുകൾ, ആ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്നുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ സെഷൻ കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺസെപ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തവണത്തെ ബഡ്ജറ്റ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് തന്നെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാ നോക്കൂ, മറ്റൊരു ക്വസ്റ്റ്യൻ FRBM ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇതാ ഞാൻ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും ബഡ്ജറ്റിൽ നിന്ന്. 2023-24 ബഡ്ജറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്ര ആണ്? പിന്നെ ചോദിച്ചത് എന്താണ്, എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു കോൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ, ഇതൊരു ജനറൽ പെർസ്പെക്റ്റീവിൽ ചോദിച്ചതാണ്. പക്ഷേ പരമ്പരാഗതമായിട്ട് ഒരു സിംഗിൾ ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ ഐറ്റം ഇന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ അതിലൊരു മാറ്റം ഉണ്ടായി. അതായത് BJP ഗവൺമെൻറ്, NDA ഗവൺമെൻറ് മൂന്നാമത് അധികാരത്തിൽ വന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഒരു മാറ്റം ഉണ്ടായി. സാധാരണ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ് സിംഗിൾ ലാർജസ്റ്റ് ഐറ്റം, പക്ഷേ കഴിഞ്ഞ വർഷം അതല്ലായിരുന്നു. ഈ വർഷത്തെ ബഡ്ജറ്റിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് വിച്ച് അമംഗ് ദ ഫോളോയിങ്, ഇത് 2023 പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഐറ്റം ഓഫ് റവന്യൂ ഇൻ യൂണിയൻ ബഡ്ജറ്റ് 2022-23. സോ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. സോ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു ചെറിയ ക്ലാസ് കൂടിയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ്. 2025-26 ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഒരു പേനയും പേപ്പറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട്, അതായത് ഇവിടെ നിങ്ങളങ്ങ് പഠിച്ച് തീർക്കുക. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ പറയും. സോ നിങ്ങൾ ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബാക്കി സമയം മറ്റ് സബ്ജക്റ്റുകൾക്ക്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്, ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, സോ ഇതൊക്കെ പഠിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുക. എക്കണോമിക്സ് ക്ലാസ്സിൽ തന്നെ പഠിച്ചങ്ങ് മാറ്റുക. അപ്പോൾ എന്താണ് ബഡ്ജറ്റ്? ബഡ്ജറ്റിൽ തന്നെ പഠിച്ചു തുടങ്ങുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേരള PSCക്ക് പഠിക്കുമ്പോഴും യൂണിയൻ ബഡ്ജറ്റിനെ, കേന്ദ്ര ബഡ്ജറ്റിനെ ഒരു റെഫറൻസ് ആക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കേന്ദ്ര ബഡ്ജറ്റും ബഡ്ജറ്റ് കമ്പോണൻസും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. അത് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ബഡ്ജറ്റ് ആണെങ്കിലും ശരി, ഇനി അതല്ല ഒരു പ്രൈവറ്റ് കോർപ്പറേറ്റ് ബഡ്ജറ്റ് ആണെങ്കിലും ശരി, ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് നിങ്ങൾ കൃത്യമായിട്ട് കൺസെപ്ച്വലി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ബഡ്ജറ്റ് നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കും. ബഡ്ജറ്റ് എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. ആർട്ടിക്കിൾ 112, ആർട്ടിക്കിൾ 112 പറയുന്നു, ഇറ്റ് ഈസ് ആക്ച്വലി അപ്പോൺ ദ പ്രസിഡന്റ് ടു ടേബിൾ ബിഫോർ ദ പാർലമെന്റ് ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റ് എന്നൊരു പ്രയോഗം നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ 112 കാണാൻ സാധിക്കില്ല. ഇൻസ്റ്റെഡ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. സോ ബഡ്ജറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, വരവും ചെലവും രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. വരവും ചെലവും രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. റെസിപ്റ്റും കാണും, എക്സ്പെൻഡിച്ചറും കാണും. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത? ഏതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനും ഒരു റെസിപ്റ്റ് സൈഡും ഉണ്ടാവും, ഒരു എക്സ്പെൻഡിച്ചർ സൈഡും ഉണ്ടാവും. ആ നിലയ്ക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്താണ്? ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 112ലും ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, യു ഹാവ് ടു നോട്ട് ഡൗൺ. ഈ ആർട്ടിക്കിൾ ഓർത്തിരിക്കുക. ഇനി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി, ലൈക്ക്
ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആരുടെ ഒബ്ലിഗേഷനാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആണെന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ബാധ്യത ആർക്കാണ് നൽകിയിരിക്കുന്നത്? ചിലരെങ്കിലും ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ, കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട് ഇത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററുടെ ഒബ്ലിഗേഷൻ ആണെന്ന്. അല്ല കേട്ടോ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ. ഭരണഘടനാ ബാധ്യത കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. ഭരണഘടനാ ബാധ്യത കൊടുത്തിരിക്കുന്ന ആർക്കാണ്? ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ആർട്ടിക്കിൾ 112 അതാണ് പറയുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് ആർട്ടിക്കിൾ 112 നോക്കുക. ഇറ്റ് ഈസ് ആക്ച്വലി അപ്പോൺ ദ പ്രസിഡന്റ് ടു ടേബിൾ ബിഫോർ ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ് ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പ്രസിഡന്റ് ഈസ് കോസ് ടു ടേബിൾ ബിഫോർ ദ പാർലമെന്റ് ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് എ യൂണിയൻ എക്സിക്യൂട്ടീവ് ആ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതവിടെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബഡ്ജറ്റ് കമ്പോണൻസ് പഠിക്കാം. ബഡ്ജറ്റ് എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കമ്പോണൻസിലാണ്. കാരണം ആ ബഡ്ജറ്റ് കമ്പോണൻസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഡെഫിസിറ്റ്, നമുക്ക് ചോദിച്ചിട്ടുള്ള ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട FRBM ആക്ട്, ഈ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ്, അതിൻ്റെ ട്രെൻഡ്, ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കമ്പോണൻസ് അറിയണം. സോ ബഡ്ജറ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ബഡ്ജറ്റ് കമ്പോണൻസിലാണ്. ബഡ്ജറ്റ് കമ്പോണൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സ് അറിയണം. ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സ് അറിയണം. ഇനി എന്തൊക്കെയാണ് ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സ്? ബഡ്ജറ്റിൻ്റെ 4 പാരാമീറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാടെ. ഈ രണ്ട് വിധം തിരിക്കാം. അതായത് 2 വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ടും 2 ഹോറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിക്കാനുള്ള കൺവീനിയൻസിന് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഏതൊക്കെയാണ് അപ്പോൾ ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ്? ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വരച്ചു പോയോ. ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമുക്കറിയാം ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ റെസിപ്റ്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറുമാണ് ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, റെസിപ്റ്റും വരവും ചെലവുമാണെന്ത് ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചേ, ബഡ്ജറ്റിൻ്റെ വേർട്ടിക്കൽ പാരാമീറ്റേഴ്സ് അറിയുന്നതിന് വേണ്ടി ബഡ്ജറ്റ് എന്താണെന്ന് ചിന്തിച്ചാൽ മതി. ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? വരവും ചെലവുമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? ബഡ്ജറ്റിൻ്റെ ഹോറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആണ് അറിയേണ്ടത്. ബഡ്ജറ്റിൻ്റെ ഹോറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആണ് അറിയേണ്ടത്. ബഡ്ജറ്റിൻ്റെ ഹോറിസോണ്ടൽ പാരാമീറ്റേഴ്സ് അറിയാൻ വേണ്ടി ബഡ്ജറ്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ നിങ്ങൾ ബഡ്ജറ്റ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം റെസിപ്റ്റ് എന്നും എക്സ്പെൻഡിച്ചർ എന്നും എഴുതിയെങ്കിൽ ഇവിടെ ഇനി നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അതൊന്ന് ചിലർക്ക് അറിയത്തില്ലായിരിക്കും. അറിയാത്തവർ മനസ്സിലാക്കിക്കോ. ബഡ്ജറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബഡ്ജറ്റിനെ യൂണിവേഴ്സലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൻ്റെ സ്വഭാവം വെച്ചിട്ട്. ബഡ്ജറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2, റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. റവന്യൂ എന്നും ക്യാപിറ്റൽ എന്നും. ഇതാണ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്തായിട്ട് അങ്ങ് എഴുതുന്നു? നമ്മൾ ഹോറിസോണ്ടൽ പാരാമീറ്റേഴ്സ് ആയിട്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ റവന്യൂ ക്യാപിറ്റൽ. ഓക്കെ, ഇതാണ് ബഡ്ജറ്റിൻ്റെ ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ എന്ത് കിട്ടും? ഈ റവന്യൂ റെസിപ്റ്റും കൂടെ നമുക്ക് എന്ത് കിട്ടും? റവന്യൂ റെസിപ്റ്റ് അതുപോലെ ക്യാപിറ്റൽ റെസിപ്റ്റും കൂടെ എന്ത് കിട്ടും? ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടെ റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതാണ് ബഡ്ജറ്റിൻ്റെ 4 കമ്പോണൻസ്. 1, 2, 3, 4. അപ്പോൾ ബഡ്ജറ്റ് കമ്പോണൻസ് ഏതൊക്കെയാ? റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് കാണാതെ പഠിക്കണോ? വേണ്ട. ബഡ്ജറ്റിൻ്റെ ഈ 2 പാരാമീറ്റേഴ്സ് അറിഞ്ഞാൽ മതി. ബഡ്ജറ്റ് എന്താണ്? റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും അടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വെർട്ടിക്കൽ പാരാമീറ്റേഴ്സ്. ബഡ്ജറ്റ് എത്ര തരമുണ്ട്? 2 തരമുണ്ട്. റവന്യൂ, ക്യാപിറ്റൽ. ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സ്. ഇതിനെ എടുത്ത് കമ്പയർ ചെയ്യുക. ഈ പറയുന്ന വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ പാരാമീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ബഡ്ജറ്റ് കമ്പോണൻസ്. അപ്പോൾ ഇത് കൂട്ടി എഴുതണം. അപ്പോൾ റെസിപ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെസിപ്റ്റ് കിട്ടും. റെസിപ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ റെസിപ്റ്റ് കിട്ടും. എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടുമ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും. ഓക്കെ, ഇനി ഈ പറഞ്ഞ സംഗതികളൊക്കെ ഈ വർഷത്തെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലുണ്ടോ? നമുക്കൊന്ന് ഓടിച്ചു പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. ചിലർക്കെങ്കിലും അറിയായിരിക്കും. ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്. ഇതാണ് ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്. ഇതിലോട്ട് ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4 വർഷത്തെ ഡേറ്റ കാണാൻ സാധിക്കും.
നിങ്ങൾ ഇത് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കേ. ബഡ്ജറ്റ് ചുരുക്കത്തിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, ബഡ്ജറ്റ് ഒറ്റ നോട്ടത്തിൽ. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ നോട്ടം അല്ലെ, ഒറ്റ നോട്ടത്തിൽ കാണുക എന്ന് പറയും. അപ്പോൾ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, ബഡ്ജറ്റ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ വർഷം അവതരിപ്പിച്ച 2025-26 ബഡ്ജറ്റിൽ എന്തുവാടേ? 4 ഡേറ്റ 1, ഡേറ്റ 1, ഡേറ്റ 2, ഡേറ്റ 3, ഡേറ്റ 4. ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ണോടിച്ച് ഇൻ ക്രോസ്. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എല്ലാം എന്താണ്? കോടികളിലാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഡേറ്റ എന്താ നോക്കേ? ആദ്യത്തെ ഡേറ്റ 2023-24 ആക്ച്വൽ എന്നല്ലേ കിടക്കുന്നത്. രണ്ടാമത്തെ ഡേറ്റയും മൂന്നാമത്തെ ഡേറ്റയും 2024-25 എന്നുള്ളതല്ലേ. ഇനി നാലാമത്തെ ഡേറ്റയാണെന്ത്? വരാൻ പോകുന്ന സാമ്പത്തിക വർഷമായിട്ടുള്ള 2025-26. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ബഡ്ജറ്റ് എപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് ഫെബ്രുവരി മാസത്തിലാണ് അല്ലേ. നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ് പേനയൊന്ന് കറക്റ്റ് ആക്കട്ടെ. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് മാർച്ചിൽ തുടങ്ങി, ഏപ്രിൽ ആരംഭിച്ച് തൊട്ടടുത്ത വർഷം മാർച്ചിലല്ലേ അവസാനിക്കുള്ളൂ. അപ്പോൾ മാർച്ചിന് മുമ്പല്ലേ ഈ ഫെബ്രുവരി മാസം വരുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ഒരു വർഷം നടപ്പല്ലേ, മീൻസ് ആ ഒരു വർഷം ഇങ്ങനെ ഓൺഗോയിങ് ആയിരിക്കത്തില്ല, അത് തീരണമെങ്കിൽ മാർച്ച് ആവണ്ടേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം ആ വർഷത്തെ, ഫോർ എക്സാമ്പിൾ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരിയിലാണല്ലോ. 2025 ഫെബ്രുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഭാഗമാണ്? 2025 ഫെബ്രുവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഭാഗമാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് 2024-25 ബന്ധപ്പെട്ട് 2 ഡേറ്റ അവിടെ കിടക്കുന്നത്. ഒന്ന് കഴിഞ്ഞ തവണ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്തുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റും, പിന്നുള്ളത് ഈ ബഡ്ജറ്റ് ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഇതുപോലെ എസ്റ്റിമേറ്റ് ആയിട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റാണിത്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൻ്റെ വാല്യൂ ആണിത്. പിന്നെ ഈ ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുമ്പം ഏകദേശം ഡിസംബർ വരെയുള്ള ഡേറ്റയാണ് അവരെടുക്കുന്നത്. ഡിസംബർ വരെ ഈ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നിന്നും എന്തുമാത്രം റിവിഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ 2 ഡേറ്റ നടപ്പ് സാമ്പത്തിക വർഷം കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെതും, ഓക്കെ. ഇനി ഒരു ഡേറ്റ ആക്ച്വൽ ആയിരിക്കും, അത് ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇത് ഏതാ നോക്ക്? 2023-24. ഇതിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഇത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ട് കിടന്ന സാധനമാണ്. പക്ഷേ ഈ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടും. അതുകൊണ്ടാണ് ഫോർഗോൺ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആക്ച്വല്, നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. അപ്പം 4 ഡേറ്റ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ കാണാൻ സാധിക്കും, ഇയർലി ഡേറ്റ കാണാൻ സാധിക്കും. ഒന്ന് കഴിഞ്ഞു പോയ സാമ്പത്തിക വർഷത്തിൻ്റെ ആക്ച്വല്, 2 നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ എസ്റ്റിമേറ്റും റിവൈസ്ഡും, 3 എന്താണ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ, അതായത് അടുത്ത ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത മാർച്ച് 31 വരെ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിൻ്റെ ഭാഗം. കാരണം എപ്പോഴും അങ്ങനെ ആണല്ലോ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഇനി എന്താണെന്നുള്ളതാണെന്ത് 2025-26. അപ്പോൾ ഈ കോളം സൈഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ നമ്പേഴ്സും ഫിഗേഴ്സും കണ്ടൊന്നും ആരും ഞെട്ടണ്ട. അതൊരു ആക്ച്വല്, ഒരു റിവൈസ്ഡ്, പിന്നെ ഒരു എസ്റ്റിമേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഈ പേജ് എടുത്തതിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മളിപ്പോൾ കണ്ട ബഡ്ജറ്റ് കമ്പോണൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചേ, നമ്മൾ പറഞ്ഞു റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളത്? റെസിപ്റ്റ് സൈഡിൽ ബഡ്ജറ്റ് കമ്പോണൻസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം. റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വരയ്ക്കാം, നിങ്ങളിത് പെട്ടെന്ന് മാപ്പ് ചെയ്യാൻ നിങ്ങളും കൂടെ പഠിച്ചിരിക്കണം. എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ അറിയണം. ഓക്കെ, ശ്രദ്ധിച്ചേ, കാണുമല്ലോ അല്ലേ? ബഡ്ജറ്റ് കമ്പോണൻസ് ഏതൊക്കെയാണ്? റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ, ക്യാപിറ്റൽ. റവന്യൂ റെസിപ്റ്റും കൂടെ റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റും കൂടെ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റെസിപ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. 1, 2, 3, 4 ഇതാണ് ബഡ്ജറ്റ് കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ റവന്യൂ റെസിപ്റ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇതിൽ ഇതാ കിടക്കുന്നു, ഇതാണ് റവന്യൂ റെസിപ്റ്റ്. ഓക്കെ, ഐറ്റം നമ്പർ 1 റവന്യൂ റെസിപ്റ്റ്. ഇനി അടുത്ത ഏതാ വേണ്ടത്? നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് സൈഡ് ആദ്യം നോക്കാം. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഇതാ നോക്കൂ, ഐറ്റം നമ്പർ 4 ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. സോ റവന്യൂ റെസിപ്റ്റ്സുമായി
ക്യാപിറ്റൽ റെസിപ്സുമായി. ഇനി എന്താ വേണ്ടത്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സമ്മാണെന്ത്? ടോട്ടൽ റെസിപ്റ്റ്സ്. ഇതാ നോക്കൂ, ടോട്ടൽ റെസിപ്റ്റ്സ്. ഇതല്ലേ ടോട്ടൽ റെസിപ്റ്റ്സ്? ഈ വർഷത്തെ ടോട്ടൽ റെസിപ്റ്റ് എത്ര നോക്കേ? 50,65,345 കോടി രൂപ. അത് റവന്യൂ റെസിപ്റ്റ്സും ക്യാപിറ്റൽ റെസിപ്റ്റ്സും കൂടെ ഉള്ള സമ്മാണ്. ഇതാ നോക്കേ, ഇത് നമ്മളിങ്ങനെ ബോക്സ് ആയിട്ട് എഴുതി, ടേബിളായിട്ട് എഴുതി, ഇവർ ലിസ്റ്റായിട്ട് എഴുതിയിരിക്കുന്ന വിത്ത് നമ്പറിങ്. ഈ ഇക്വേഷൻ പർപ്പസിന് വേണ്ടി അങ്ങനെ ലിസ്റ്റായിട്ട് നമ്പേഴ്സായിട്ട് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ തന്നേക്കുന്നത്? 1ൻ്റെയും 4ൻ്റെയും കൂടെ തുകയാണ്. 1ൻ്റെയും 4ൻ്റെയും കൂടെ തുകയാണ് അല്ലേ? ഇനി എന്താ എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്തൊക്കെയുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഇതാ നോക്കൂ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഓൺ റവന്യൂ അക്കൗണ്ട്, ഇതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓൺ റവന്യൂ അക്കൗണ്ട് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ 10ൻ്റെയും 13ൻ്റെയും സമ്മാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ബഡ്ജറ്റ് കമ്പോണൻസ് ആദ്യമേ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ബഡ്ജറ്റ് അറ്റ് എ ഗ്ലാൻസ്, ബഡ്ജറ്റ് ഒറ്റ നോട്ടത്തിൽ എന്നുള്ള ഡോക്യുമെൻറ്റിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് പെട്ടെന്ന് പഠിച്ചു പോകാം. അതിൽ നിന്നുള്ള 1-2 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. സോറി. അപ്പോൾ നമുക്ക് ആദ്യമേ റെസിപ്റ്റ് സൈഡ് ഒന്ന് പഠിക്കാം. റെസിപ്റ്റ് സൈഡ് പഠിച്ചിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലോട്ട് പോകാം. ഓക്കെ, നോട്ട് എഴുതാല്ലേ? നിങ്ങൾക്ക് പറയുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. സോ റെസിപ്റ്റ് എക്സ്പെൻഡിച്ചർ, റവന്യൂ ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ റവന്യൂ റെസിപ്റ്റ്, ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ്, ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ, there shall be no liability. ഈ പണം സ്വീകരിച്ചത് വഴി സ്വീകരിച്ച ആൾക്ക് ബാധ്യത ഉണ്ടാവാൻ പാടില്ല. ഇവിടെ യൂണിയൻ ഗവൺമെൻറ് ആണ്, യൂണിയൻ ബഡ്ജറ്റ് ആണ്. റവന്യൂ റെസിപ്റ്റ് ആണോ, ആ കിട്ടിയ പൈസ കൊണ്ട് എന്താവരുത്? ആ കിട്ടിയ ആൾക്കൊരു ലയബിലിറ്റി ഉണ്ടാവാൻ പാടില്ല, ബാധ്യത ഉണ്ടാവാൻ പാടില്ല. there shall be no liability. എന്താണ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? തിരിച്ചു കൊടുക്കേണ്ടി വരിക, പലിശ കൊടുക്കേണ്ടി വരിക, മറ്റൊരാൾ വന്ന് ക്ലെയിം ഉന്നയിക്കുക, അതാണ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരരുത്, അതിന് പലിശ കൊടുക്കേണ്ടി വരരുത്, അല്ലെ നാളെ ഒരാൾ വന്ന് ആ പൈസയിൽ ക്ലെയിം ഉന്നയിക്കേണ്ടി വരരുത്. അതാണെന്ത്? ലയബിലിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ലയബിലിറ്റി ആകാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഈ പൈസ ലയബിലിറ്റി ആകാൻ പാടില്ല എന്ന് കരുതി ചാടിക്കയറി എന്നെ റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. രണ്ടാമതൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, അതാണ് there shall be no loss of assets. ഈ പൈസ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അസറ്റ് അല്ലെങ്കിൽ ആസ്തി ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിറ്റ് നശിപ്പിച്ച് തൊലച്ച് കിട്ടിയ പൈസ ആവരുത്, അസറ്റ് ലോസ് ഉണ്ടാവരുത്. ഈ പൈസ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ആസ്തി ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് നോ ലയബിലിറ്റി, പിന്നൊന്ന് നോ ലോസ് ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ നോ അസറ്റ് ലോസ്. ഇത് രണ്ടും പാലിക്കുന്ന റെസിപ്റ്റ്സിനെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കാം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഫെയിൽ ആയ കാരണം കൊണ്ട് എന്തായി മാറും? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സിന് നമ്മൾ കണ്ടീഷൻസ് ഒന്നും പഠിക്കുന്നില്ല. റെസിപ്റ്റ് സൈഡിൽ കണ്ടീഷൻ നമ്മൾ ഏതിനെ പഠിക്കുന്നുള്ളൂ? റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കണ്ടീഷൻസേ പഠിക്കുന്നുള്ളൂ. ആ 2 കണ്ടീഷൻസ് ഒരേ സമയം പാലിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഫെയിൽ ആയ കാരണം കൊണ്ട് അതെന്തായി മാറും? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ എന്നുള്ള ചോദ്യമാണ്. ഇതെന്താണെന്നുള്ളതാണ്. ഇങ്ങനെയാണ് ബഡ്ജറ്റ് കമ്പോണൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളത്. യൂണിയൻ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? എന്ത്? റവന്യൂ റെസിപ്റ്റ് ആണോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? അപ്പോൾ നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു വരവാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ വരുന്ന 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു ചെലവാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? റെസിപ്റ്റ് വരുന്ന 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ആദ്യമേ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ സ്നിപ്പ് ചെയ്തെടുത്ത ഒരു പോർഷനാണ്. പണ്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ ദർ വാസ് എ ഡിപ്പാർട്ട്മെന്റ് നോൺ ആസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റിനായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിരുന്നു മുമ്പ്. എന്നാൽ ഇപ്പോൾ ദാ നോക്കൂ, 6 ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ കാണാം. ഈ 6 അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങളൊന്ന് സ്ക്രീൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ദീസ് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ ഇന്ത്യസ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഏതൊക്കെയാ? ഒന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ,
Department of Investment and Public Asset Management, Department of Economic Affairs, Department of Financial Services and Department of Public Enterprises. ഇങ്ങനെ 6 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലുള്ളത്. ദർ ആർ 6 ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇവിടെ എവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കണ്ടില്ലല്ലോ. സംഗതി പേര് മാറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പേര് മാറി. അപ്പോൾ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് പൈസയാക്കുന്ന ഏർപ്പാടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഗവൺമെന്റ് ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള പല ആവശ്യങ്ങൾക്കും പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അല്ലെ ജനങ്ങളുടെ ഓണർഷിപ്പിലുള്ള ഗവൺമെന്റ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ പീപ്പിൾ, റൈറ്റ്? സോ എവറിത്തിങ് ഈസ് ഓഫ് ദ പീപ്പിൾ. സോ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വത്തായിട്ടുള്ള അല്ലെങ്കിൽ പൊതു മുതലായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് പൈസയാക്കുന്ന ഏർപ്പാടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നായിരുന്നു. അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു പേര്, അത് ചീത്തപ്പേരാവാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഒരു 10 വർഷത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ ഭരിച്ച ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ തുക ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വഴി സമാഹരിച്ചത്. അങ്ങനെയാണ് അവർ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് മാറ്റിയത്. കാരണം എന്താ? ആളുകൾ എടുത്ത് ട്രോളാൻ തുടങ്ങി. ഇതൊരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് എന്താണ് രാജ്യത്തിന്റെ പൊതുമുതൽ വിറ്റ് തുലയ്ക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു പേര് അല്ലെ അപഖ്യാതി വന്നപ്പം പതുക്കെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അങ്ങ് മാറുകയാണ് ചെയ്തത്. ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദീപം എന്നാണ്. എന്താണ്? ദീപം അല്ലെ ഡിപ്പാം എന്നൊക്കെ പറയും. ഇതാ നോക്കൂ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണെന്ത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് അതിന്റെ പേരെന്താണ്? ഡിപ്പാം എന്നാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഡിസ്ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് കിട്ടും? പൈസ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? റെസിപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ വരുന്ന 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോ ലയബിലിറ്റി, നോ അസറ്റ് ലോസ്. നോ ലയബിലിറ്റി, നോ അസറ്റ് ലോസ് അല്ലേ? നോക്കേ, ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കുന്നു, പൈസ വാങ്ങുന്നു. ആ കിട്ടിയ പൈസ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കണോ? പലിശ കൊടുക്കണോ? ഈ പറയുന്നത് പോലെ നാളെ ആരെങ്കിലും വന്ന് ക്ലെയിം ഉന്നയിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊരു സൈക്കിൾ എടുത്ത് വിറ്റു, നിങ്ങൾക്ക് ഒരു 5000 രൂപ കിട്ടി. ആ കിട്ടിയ 5000 നിങ്ങൾ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കണോ? പലിശ കൊടുക്കണോ? ഈ പറയുന്നത് പോലെ നാളെ ആരെങ്കിലും വന്ന ആ പൈസയിൽ അവകാശവാദം ഉന്നയിക്കില്ല. നിങ്ങൾ അന്തസ്സായിട്ട് വിറ്റു തൊലച്ചു പൈസ വാങ്ങി, ആ പൈസ നിങ്ങളുടെ അല്ലേ? ആ നിലയ്ക്ക് ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽക്കുമ്പം ആ കിട്ടുന്ന പൈസ ഗവൺമെന്റിന്റെയാണ്. അവിടെ ഒരു ലയബിലിറ്റി ഇല്ല, നോ ലയബിലിറ്റി ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സെറ്റ്, ഓക്കെ ആണ്. എന്ന് കരുതി ചാടിക്കറിയുന്ന റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കണ്ടീഷൻ കൂടി നോക്കണം. എന്താണ്? ആസ്തി വല്ലതും നഷ്ടപ്പെട്ടു. ഇന്നലെ വരെ സർക്കാരിൻ്റെ ആയിരുന്നു, പൊതുജനങ്ങളുടെ ആയിരുന്നു. ഇന്ന് ആണുങ്ങൾ അത് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അസറ്റ് ലോസ് ഉണ്ടായി. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തല്ല? പിന്നെ അത് റവന്യൂ റെസിപ്റ്റ് അല്ല. സോ ആൻസർ എന്താണ്? ആൻസർ ക്യാപിറ്റൽ റെസിപ്റ്റ്. ആൻസർ എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്. ഇങ്ങനെ കൺസെപ്ച്വലി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് കാണാൻ പഠിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറിയാൻ പറ്റണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോജിക്ക് അപ്ലൈ ചെയ്ത് ആൻസറിൽ എത്താൻ പറ്റും. അങ്ങനെയാണ് ഈ ക്വസ്റ്റിനോട് സോൾവ് ചെയ്തേ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ്, ദ കംപ്ലീറ്റ് റിക്കവറി ഓഫ് എ ലോൺ ഗിവൺ ടു എ സ്റ്റേറ്റ് ഗവൺമെന്റ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഫോൾസ് അണ്ടർ എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണ് ചോദ്യം. കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റ് ഏതോ സംസ്ഥാനത്തിന് കൊടുത്തൊരു ലോൺ പൂർണ്ണമായും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ലോൺ കൊടുത്തതിനെ പറ്റിയാണോ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ലോൺ കൊടുത്തതിനെ പറ്റിയാണോ പറയുന്നത്? അല്ല, കൊടുത്ത ലോൺ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തതിനെ പറ്റിയാണ് പറയുന്നത്. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഒരു 100 കോടി രൂപ, സെൻട്രൽ ഗവൺമെന്റ് ഒരു 100 കോടി രൂപ കേരളത്തിന് വായ്പയായിട്ട് നൽകിയെന്ന് കരുതുക. ഈ ഒന്ന് ഉദ്ദേശിക്കുന്ന യൂണിയൻ ഗവൺമെന്റ്. ഓക്കെ, എന്നിട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതൊരു 103 കോടി രൂപയായിട്ട് കേരളത്തിൻ്റെ ഇന്ന് ആ യൂണിയൻ ഗവൺമെന്റ് തിരികെ വാങ്ങി. ബഡ്ജറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി തിരികെ വാങ്ങി. 100 കോടി രൂപ മുതലും 3 കോടി രൂപേൻ്റെ പലിശയും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ആ കിട്ടിയ 103 കോടി രൂപയെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കംപ്ലീറ്റ് റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുന്നത് വരവാണോ ചെലവാണോ? തീർച്ചയായിട്ടും വരവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് എലിമിനേറ്റ് ചെയ്യാം? എക്സ്പെൻഡിച്ചർ വരുന്ന 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. 1, 2. എന്താണ് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ നോ ലയബിലിറ്റി, സെക്കൻഡ് കണ്ടീഷൻ നോ അസറ്റ് ലോസ്. അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടുന്നെന്ന് പറ. നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തു, ഒരു 50,000 രൂപ കടം കൊടുത്തു, അത് 55,000 രൂപയായിട്ട് തിരിച്ചു വാങ്ങി. ആ കിട്ടിയ 55,000 രൂപ നിങ്ങൾ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കണോ? പലിശ കൊടുക്കണോ? ആ കിട്ടിയ 55,000-ൽ നാളെ ആരെങ്കിലും വന്ന് ക്ലെയിം ഉന്നയിക്കുമോ? ഇല്ല. സക്സസ്, പാസ്സായി. ഫസ്റ്റ് കണ്ടീഷൻ സെറ്റാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, നിങ്ങൾക്ക് കിട്ടിയ 55,000 രൂപയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ആസ്തി വല്ലതും വിൽക്കേണ്ടി വന്നോ? ആസ്തി വല്ലതും നഷ്ടപ്പെട്ടോ? ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അസറ്റ് ലോസ് ഇല്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ
നിങ്ങളുടെ ആൻസർ റവന്യൂ റെസിപ്റ്റ് ആയിരിക്കും. പക്ഷേ ആൻസർ ഇവിടെ റവന്യൂ റെസിപ്റ്റ് അല്ല, റവന്യൂ റെസിപ്റ്റ് തെറ്റാണ്. അവിടെ അസറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറും ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ അസറ്റ് എന്താണെന്ന് ഒന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാക്കിക്കോ. അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിക്കോ, അസറ്റ് ഈസ് എനിത്തിങ് വിച്ച് ഇൻ ടേൺ ജനറേറ്റ്സ് ഇൻകം. അസറ്റ് ഈസ് എനിത്തിങ് വിച്ച് ഇൻ ടേൺ ജനറേറ്റ്സ് ഇൻകം. ഇൻ ടേൺ ജനറേറ്റ്സ് ഇൻകം. ഫർദർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്തിനേയും അസറ്റ് എന്ന് വിളിക്കാം. ഒരു കെട്ടിടം എങ്ങനെ അസറ്റായിട്ട് മാറുന്നേ? അതിൽ നിന്ന് റെൻ്റൽ ഇൻകം കിട്ടുമ്പോൾ. അതുപോലെ ലോണുകൾ എന്താണ്? അസറ്റാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ അസറ്റ് എന്താ? ബാങ്ക് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളല്ല, അത് ബാങ്കിന് ബാധ്യതയാണ്. ബാങ്ക് പുറമേക്ക് കൊടുക്കുന്ന ലോണുകളാണ് അസറ്റ്. കാരണം കെട്ടിടത്തിൽ നിന്ന് റെൻ്റൽ ഇൻകം കിട്ടുന്നത് പോലെ ഈ പ്രിൻസിപ്പൽ എമൗണ്ട്, ലോൺ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിങ്ങൾ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യുന്നവരല്ലേ മാത്സിൽ, ബാങ്കിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. റെൻ്റൽ ഇൻകം ബിൽഡിങ്ങിൽ, ഇൻട്രസ്റ്റ് ഇൻകം ലോണിൽ. അപ്പോൾ ലോൺ എന്താണ്? ബിൽഡിങ് പോലെ അസറ്റാണ്, പക്ഷേ ഫിസിക്കൽ അസറ്റ് അല്ല, ഫിനാൻഷ്യൽ അസറ്റാണ്. ആ ലോൺ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ അവിടെ എന്തില്ല? ഇന്നലെ വരെ കേന്ദ്ര ഗവൺമെന്റിന് പലിശ വരുമാനം നേടി തന്നുകൊണ്ടിരുന്ന ആ ഫിനാൻഷ്യൽ അസറ്റ് നാളെ മുതൽ അവിടെ ഇല്ല, അല്ലേ? സോ ആ അർത്ഥത്തിൽ റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുന്നത് എന്താടേ? അസറ്റ് ലോസിന് കാരണമാവുന്നു. അവിടെ അസറ്റ് ലോസ് ഉണ്ട്, ആ കണ്ടീഷൻ ഫെയിലാണ്. അതുകൊണ്ടാണ് ഇതെന്താവുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആവുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എഗെയിൻ, അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് റെസിപ്റ്റ് സൈഡിൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റെസിപ്റ്റ്സ് എന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ട രണ്ട് ഉദാഹരണങ്ങളും ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ എക്സാമ്പിൾ അല്ലേ? രണ്ട് കേസും ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ എക്സാമ്പിൾ അല്ലേ? ഏതൊക്കെയാണ് രണ്ട് കേസ്? നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കേസസ് ഏതൊക്കെയാണ്? കേസ് നമ്പർ 1 ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, കേസ് നമ്പർ 2 റിക്കവറി ഓഫ് ലോൺസ്. ഇത് രണ്ടും എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ഇത് രണ്ടും എന്ത് കാരണം കൊണ്ടാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയേ? ഇത് രണ്ടും അസറ്റ് ലോസ് കാരണമല്ലേ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയേ? പക്ഷേ ഇനി ഒരു കാരണം കൊണ്ട് വേണമെങ്കിലും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിക്കൂടെ? അതെന്താണ്? ലയബിലിറ്റി കാരണവും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിക്കൂടെ? അപ്പോൾ ഇവിടെ ഞാൻ എഴുതുകയാണ് റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ, ക്യാപിറ്റൽ. ഓക്കെ, ഇത് റവന്യൂ റെസിപ്റ്റ്സ്, ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ കേസിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടാവാം. ഏതൊക്കെയാണ് രണ്ട് കാരണങ്ങൾ? ലയബിലിറ്റി കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടാവാം, അല്ലേ? ലയബിലിറ്റി കാരണമുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇനി മറ്റൊരു കാരണം കൊണ്ട് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടാവും. എന്താണ്? അസറ്റ് ലോസ് കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടാവും. പക്ഷേ അസറ്റ് ലോസ് കാരണം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ടായ രണ്ട് ഉദാഹരണത്തിലും നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അവിടെ ലയബിലിറ്റി ഇല്ലായിരുന്നല്ലോ, നോ ലയബിലിറ്റി അല്ലേ? അതുകൊണ്ട് അതിനെ ഞാൻ വിളിക്കുകയാണ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിന് എക്സാമ്പിളാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും റിക്കവറി ഓഫ് ലോൺസും. ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിൻ്റെ എക്സാമ്പിളാണ് ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിപ്റ്റ് സൈഡിൽ എന്ത് ഫുള്ള് കണ്ടു? റെസിപ്റ്റ് സൈഡിൽ ഇതാ നോക്കൂ, റെസിപ്റ്റ് സൈഡിലെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് മൊത്തം കണ്ടു. ഇനി എന്തൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് നോക്കാം. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് ടാക്സും നോൺ ടാക്സും ആണ്. ടാക്സും നോൺ ടാക്സും ആണ് റവന്യൂ റെസിപ്റ്റ്സ്. ഏതൊക്കെയാണ്? ടാക്സും നോൺ ടാക്സും ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച രണ്ട് കണ്ടീഷൻസ് എവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? റവന്യൂ റെസിപ്റ്റ്സിൻ്റെ കേസിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ടാക്സസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 5 ടാക്സസ് നിങ്ങൾ മേജർ ടാക്സസ് ആയിട്ട് ഓർത്തിരിക്കണം. അതിൽ ഡയറക്റ്റ് ടാക്സസ് നിന്ന് 2 മേജർ ടാക്സസ് ഉണ്ട്. ഒന്ന് ഇൻകം ടാക്സും, അല്ലെങ്കിൽ ടാക്സസ് ഓൺ ഇൻകം. അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് എന്നുള്ള എക്സാമ്പിളായി എഴുതുന്നത് കേട്ടോ. മൊത്തം 5 മേജർ ടാക്സസ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 5 ടാക്സസിനെ മേജർ ടാക്സസ് എന്ന് വിളിക്കുന്നത്? ഇത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ടാക്സിൻ്റെ രൂപത്തിലാണ്. കളക്ഷൻ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ടാക്സസ് ഏതായിരിക്കും? ഈ 5 ടാക്സസ് ആയിരിക്കും. അത് കഴിഞ്ഞും വേറെ ടാക്സസ് ഉണ്ട്, പക്ഷേ അവയെ വിളിക്കുന്ന പേര് പേപ്പർ ടാക്സസ് ആണ്. കാരണം ഇൻ ടേംസ് ഓഫ് റവന്യൂ, ഇൻ ടേംസ് ഓഫ് എന്താ പറയേണ്ട മണി, അത് വളരെ കുറവായിരിക്കും, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മണി ഇൻവോൾവ്. അപ്പം ഇത് ലയൺ ഷെയർ ഓഫ് ടാക്സ് വരുമാനം വരുന്നത് ഈ 5 ടാക്സസിൽ നിന്നായതുകൊണ്ടാണ് ഇതിനെ മേജർ ടാക്സസ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് ടാക്സസിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇൻകം ടാക്സ് അല്ല, ഡയറക്റ്റ് ടാക്സിലെ 2 മേജർ ടാക്സസ്. ഡയറക്റ്റ് ടാക്സിലെ 2 മേജർ ടാക്സസ്. ഡയറക്റ്റ് ടാക്സിൽ നിന്ന് 2 മേജർ ടാക്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സിൽ 3 മേജർ ടാക്സസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അറിഞ്ഞിരിക്കാനുണ്ട്. ഒന്ന് GST, 2 കസ്റ്റംസ് ഡ്യൂട്ടി, 3 സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. സിംപ്ലി എക്സൈസ് ഡ്യൂട്ടി എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ 2, 3, 5 മേജർ ടാക്സസ്. സോ ഈ 5 ടാക്സസ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും, അതിൽ
രണ്ടെണ്ണം ഡയറക്റ്റ് ടാക്സ് ആണ്, മറ്റ് രണ്ടെണ്ണം ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാടെ, ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും. ഡയറക്റ്റിൽ 2 എണ്ണം, ഇൻഡയറക്റ്റിൽ 3 എണ്ണം. ഓക്കെ. ഇനി നോൺ ടാക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷേ എന്തല്ല, റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷേ അത് ടാക്സ് അല്ല, ടാക്സിൻ്റെ രൂപത്തിലല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെൻറ് പുറമേക്ക് സംസ്ഥാനങ്ങൾക്ക് ലോൺ കൊടുക്കാറുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്താ, ഒരു റവന്യൂ റെസിപ്റ്റ് അല്ലേ? കാരണം എന്താ, അതിനെ റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താ, റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കാൻ കാരണം ആ കിട്ടുന്ന പൈസ തിരിച്ചു കൊടുക്കണ്ട, പലിശ കൊടുക്കണ്ട. ഇനി രണ്ടാമത് അസറ്റ് ലോസ് ഇല്ല, ആ ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടുള്ള ലോൺ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നത്. സോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ഫീസ്, കേന്ദ്ര ഗവൺമെൻറ് ലെവി ചെയ്യുന്ന പെനാൽറ്റീസ്. ഇനി കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻറ്റ്, P&D, പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻറ്റ്. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം റവന്യൂ റെസിപ്റ്റ്സ് ആണ്, പക്ഷേ ടാക്സ് അല്ല, ടാക്സേതരമായ റവന്യൂ റെസിപ്റ്റുകളാണ്. സോ ഇത്രയും സംഗതികളാണ് എന്ത് വരുന്നത്, റെസിപ്റ്റ് സൈഡിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലൂടെ പെട്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഇറ്റ് വിൽ നോട്ട് റിസൾട്ട് ഇൻ എനി അസറ്റ് ഫോർമേഷൻ. റെക്കറിംഗ് ആയിട്ടുള്ള ആസ്തി ഒന്നും നിർമ്മിക്കാത്ത എക്സ്പെൻഡിച്ചേഴ്സിനെ എന്തെന്ന് വിളിക്കുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പെൻഷൻ, സാലറി, സബ്സിഡി, മറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്, റെക്കറിംഗ് എക്സ്പെൻഡിച്ചേഴ്സ്, ഐ മീൻ കൈൻഡ് ഓഫ് തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള കോമ്പൻസേഷൻ്റെ രൂപത്തിൽ കൊടുക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സ്, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ, ലോണല്ല ഗ്രാൻറ്റുകൾ, അതായത് കേന്ദ്രത്തിന് കിട്ടുന്ന ഗ്രാൻറ്റ് റവന്യൂ റെസിപ്റ്റ് നോൺ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ എന്താ, കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു കിട്ടത്തില്ലല്ലോ, ആസ്തി ഉണ്ടാക്കത്തില്ലല്ലോ. ആ അർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് ബോറോ ചെയ്യാറുണ്ട്, അതിലോട്ട് ഞാൻ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ബോറോ ചെയ്യുന്നതിന് തിരിച്ചടയ്ക്കേണ്ട പലിശ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഡെഫിനിഷൻ ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ് വിൽ നോട്ട് റിസൾട്ട് ഇൻ അസറ്റ് ഫോർമേഷൻ, ആസ്തി ഒന്നും ഉണ്ടാക്കാത്ത റെക്കറിംഗ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്കിൽ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, അവിടെ എന്തുണ്ടാകും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എങ്കിൽ അവിടെ അസറ്റ് ഫോർമേഷൻ ഉണ്ടാകും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ റിസൾട്ട് ഇൻ അസറ്റ് ഫോർമേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിൽ റിസൾട്ട് ഇൻ അസറ്റ് ഫോർമേഷൻ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂച്ചർ ഇൻകം ജനറേറ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ എക്സാമ്പിൾ, ഫ്യൂച്ചറിൽ ഗവൺമെൻറ്റിന് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് മാറുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്യൂച്ചറിൽ ഗവൺമെൻറ്റിന് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്ന എക്സ്പെൻഡിച്ചേഴ്സിനെ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണം ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഫ്യൂച്ചർ റവന്യൂ റെസിപ്റ്റ്സ്. ഫോർ എക്സാമ്പിൾ, കേന്ദ്ര ഗവൺമെൻറ് ഒരു പൊതുമേഖലാ സ്ഥാപനം PSU ആരംഭിച്ചു എന്ന് വിചാരിക്കുക, പൊതുമേഖലാ സ്ഥാപനം PSU ആരംഭിച്ചു, PSUയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഈ PSUയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൽ നിന്ന് എന്ത് കിട്ടൂടെ, കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻറ്റും കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ഡിവിഡൻറ്റ് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പഠിച്ചത്, നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റ്സിലല്ലേ പഠിച്ചേ. എന്ന് പറഞ്ഞാൽ PSUവിന് വേണ്ടി ചിലവാക്കുന്ന ആ തുകയെന്ന് പറയുന്നത് എന്തല്ല, അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം എന്താണ്, അത് അസറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അസറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ ഇൻകം കിട്ടുന്നുണ്ട്. ഇനി കേന്ദ്ര ഗവൺമെൻറ് പുറമേക്ക് ലോൺ കൊടുക്കുന്നു സംസ്ഥാനങ്ങൾക്ക്, അതിൽ നിന്ന് എന്ത് കിട്ടും, അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. സോ ഇതാണെന്ത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ബേസിക്കലി നിങ്ങൾ എന്തായിട്ട് അറിയേണ്ടത്, റെസിപ്റ്റ് സൈഡിലും എക്സ്പെൻഡിച്ചർ സൈഡിലും അറിയേണ്ടത്. അപ്പം റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഈ റെസിപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇത്തവണത്തെ ബഡ്ജറ്റിൻ്റെ അകത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര വീതം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെസിപ്റ്റ് സൈഡിൽ അപ്പോൾ എന്തൊക്കെ ഉണ്ടേ, ഇതാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടാക്സ് റെസിപ്റ്റ്സും ഉണ്ട്, നോൺ ടാക്സ് റെസിപ്റ്റ്സും ഉണ്ട്. ഇത്തവണത്തെ ടോട്ടൽ ടാക്സ് റെസിപ്റ്റ്സ് എത്ര നോക്കേ, 34,20,409 കോടി രൂപ. ഓക്കെ, ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് ആണ് 34,20,409 രൂപ. അതിൽ ടാക്സ് റെസിപ്റ്റ്സ് എത്ര നോക്ക്, നെറ്റ് ടാക്സ് റെസിപ്റ്റ്സ് 28.3 ലക്ഷം കോടി രൂപ, 28.3 ലക്ഷം കോടി രൂപ. നോൺ ടാക്സ് ഇനത്തിൽപ്പെടുന്ന റവന്യൂ റെസിപ്റ്റ്സ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, മറ്റ് വെളിയിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ്, ഡിവിഡൻറ്റ്, പ്രോഫിറ്റ്,
പെനാൽറ്റി, ഫീ ഇതെല്ലാം കൂടെ ചേർത്ത് 5.83 ലക്ഷം കോടി രൂപ. അതാ നോക്കി, ഇതെല്ലാം കോടിയിലാണ്, ഇത് എണ്ണി വരുമ്പോൾ ലക്ഷം വരും. 5.83 ലക്ഷം കോടി രൂപ. ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മാണ് റവന്യൂ റെസിപ്റ്റ്സ് എത്ര വന്നത്? 34.2 ലക്ഷം കോടി രൂപ വന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടത് ബഡ്ജറ്റ് സൈസ് എന്താണെന്നുള്ളതാണ്. എന്താണ് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സിമ്പിളി ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ്? വരവ്, ചെലവ്, റവന്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയരുത്, അല്ലെങ്കിൽ റെസിപ്റ്റ് എക്സ്പെൻഡിച്ചർ എന്നൊന്നും പറയരുത്. ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടത്തണം, എന്തോ ബഡ്ജറ്റ്. നിങ്ങൾക്ക് ഒരു ടൂർ പോകണം, എന്തോ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് ഇനി തൊട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദാ നോക്കൂ, ഇത്തവണത്തെ ബഡ്ജറ്റ് സൈസ് 50.65 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ്. എത്രയാണ്? 50.65 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ ബഡ്ജറ്റ് സൈസ് എത്രയാണ്? 50.65 ലാക്ക് ക്രോസ് ആണ്. അതെന്താണെന്ന് നോക്കേ, അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. 50.65 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ബഡ്ജറ്റിന്റെ റെസിപ്റ്റ് സൈഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരവ് നോക്കി ചെലവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ആദ്യമേ എന്താ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്ര വന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത്തവണത്തെ ബഡ്ജറ്റിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വന്നിരിക്കുന്നത് 50.65 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഈ വർഷത്തെ എക്സ്പെൻഡിച്ചർ എത്ര എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും അവരുടെ എക്സ്പെൻഡിച്ചർ പറയും. പിന്നെ റെക്കറിംഗ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫിനാൻസ് മിനിസ്റ്റർ തീരുമാനിക്കും. ഇത്തവണ എത്ര വന്നത്? 50.65 ലക്ഷം കോടി രൂപ. അതാ നോക്കൂ, 50.65 ലക്ഷം കോടി രൂപ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 50.65 ലക്ഷം കോടി രൂപ. ഞാനത് ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി ഈ ഡിനോമിനേറ്റർ വെച്ചിട്ട് വരവ് കണ്ടെത്തുക ചെയ്യുന്നത്. വരവായിട്ട് എന്തൊക്കെയാണ് നമുക്കുള്ളത്? വരവായിട്ട് നമുക്കുള്ളത് റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. റവന്യൂ റെസിപ്റ്റ്സിൽ തന്നെ എന്തൊക്കെയുണ്ടേ? ടാക്സ് റെസിപ്റ്റ്സും ഉണ്ട്, നോൺ ടാക്സ് റെസിപ്റ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. റവന്യൂ റെസിപ്റ്റ്സിലെ ടാക്സ് റെസിപ്റ്റ്സ് എത്രയാണ്? 28.3 ലക്ഷം കോടി രൂപ. അപ്പോൾ എന്ത് കഴിഞ്ഞു? നമ്മൾ ഇത് മാത്രം നോക്കിയാൽ ടാക്സ് കഴിഞ്ഞു. ഈ വർഷത്തെ ഈ ബഡ്ജറ്റാണ് നോക്കുന്നത്. ടാക്സ് കഴിഞ്ഞു 28.3 ലക്ഷം കോടി രൂപ. നോൺ ടാക്സ് എത്ര ഉണ്ട്? നോൺ ടാക്സ് 5.83 ലക്ഷം കോടി രൂപയാണ്. നോൺ ടാക്സ് എത്രയാണ്? 5.83 ലക്ഷം കോടി രൂപയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം എത്ര വരും? 34.2 ലക്ഷം കോടി രൂപ വരും. ടോട്ടൽ ബഡ്ജറ്റ് സൈസ് എത്രയാണ്? 50.65 ലക്ഷം കോടിയാണ്. റവന്യൂ റെസിപ്റ്റ്സിലെ ടാക്സ് നോൺ ടാക്സ് കൂടെ എത്ര ആയിട്ടുള്ളൂ? 34.2 ലക്ഷം കോടി രൂപ ആയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കംപ്ലീറ്റ് ആയി? റവന്യൂ റെസിപ്റ്റ്സ് കംപ്ലീറ്റ് ആയി. അതായത് സർക്കാരിൻ്റെ ആസ്തി നഷ്ടപ്പെടുത്താത്ത സർക്കാരിന് ബാധ്യത ഉണ്ടാക്കാത്ത വരുമാനമായ റവന്യൂ റെസിപ്റ്റ്സ് എത്രയിൽ ചുരുങ്ങി? ആകെ ബഡ്ജറ്റ് സൈസ് 50.65 ലക്ഷം ഉള്ളതിൽ 34.2 ലക്ഷം ആയപ്പോൾ തന്നെ എന്ത് കംപ്ലീറ്റ് ആയി? റവന്യൂ റെസിപ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി എങ്ങോട്ട് പോകേണ്ടി വരും സർക്കാരിന്? ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ്സിലോട്ട് പോകേണ്ടി വരും. ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ എത്ര തരം റെസിപ്റ്റ്സ് ഉണ്ട്? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കേ, ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ നമ്മൾ പഠിച്ച ഒരു എൻട്രി അല്ലേ റിക്കവറി ഓഫ് ലോൺ. ഇത്തവണത്തെ റിക്കവറി ഓഫ് ലോൺ എത്ര നോക്കേ? വെറും 29,000 കോടി രൂപയാണ്. 1 ലക്ഷം കോടി പോലും തികച്ചില്ല. അപ്പോൾ 0.29 ഉള്ളൂ. ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? വെറും 29,000 കോടി രൂപ. ഞാൻ 0.29 ലാക്ക് ക്രോസ് എന്ന് എഴുതി. ഇനി ഇതാ നോക്കൂ, അതർ റെസിപ്റ്റ്സ് എന്നൊരു എൻട്രി കാണുന്നുണ്ടോ? എന്താണ് അതർ റെസിപ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റിനെയാണ് അതർ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മനസ്സിലാക്കുക. എന്താണ് അതർ റെസിപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് അതർ റെസിപ്റ്റ്സ്. ഈ വർഷത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എത്ര നോക്കണേ? ഈ വർഷം കേന്ദ്ര ഗവൺമെന്റ് 47,000 കോടി രൂപയ്ക്ക് വിറ്റ് തുലയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വട്ടത്തത് 50,000 കോടിയായിരുന്നു. ഡിസംബർ വരെയുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം 33,000 കോടിക്ക് വിറ്റ് തുലച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ 47,000 കോടി രൂപയുടെ പബ്ലിക് അസറ്റ് വിറ്റ് പൈസ ആക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 1 ലക്ഷം കോടി ഇല്ല, അത് എത്രയേ ഉള്ളൂ? 0.7 ഉള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 47, 29, 46, 30 ആകുമ്പോൾ എത്ര വന്ന്? 76, 0.76 വരുന്നുള്ളൂ. എത്രൻ്റെ ഷോർട്ടേജ് ഉണ്ടേ? ഈ 34 0.76 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 35 ലക്ഷം, 34.9 ലക്ഷം കോടി ആയിട്ടുള്ളൂ. പിന്നെ എത്രൻ്റെ ഷോർട്ടേജ് ഉണ്ട്? ഏകദേശം 11 ലക്ഷം എത്രയാണ്? 35, 15, 16 ലക്ഷം കോടി രൂപ, അല്ലെ 15 ലക്ഷം കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ 50.6 ലക്ഷം കോടി രൂപ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇട്ടെടുത്ത്
ക്യാപിറ്റൽ റവന്യൂ റെസിപ്റ്റ്സും അസറ്റ് ലോസ് കാരണമുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സും കൂടെ കൂട്ടിയപ്പോൾ ഏകദേശം 34.9 ലക്ഷം കോടി ആയിട്ടുള്ളൂ. ഏകദേശം 15 ലക്ഷം കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. അതെന്ത് ചെയ്താ നോക്കൂ, അത് നമ്മൾ എല്ലാ വർഷവും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെഫിസിറ്റ് മറികടക്കാൻ വേണ്ടി എല്ലാ വർഷവും നമ്മൾ ആ തുക അങ്ങ് ബോറോ ചെയ്യും. അതാണ് എൻട്രി നമ്പർ 7, ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ്. എത്രയാണ് എമൗണ്ട് നോക്കേ, 15.689 ലക്ഷം കോടി രൂപ. അപ്പം അതല്ലേ ആ ഡിഫറൻസ്. അപ്പോൾ അത്രയും തുക ബോറോ ചെയ്താണ് നമ്മൾ എന്ത് മറികടക്കുന്നത്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് മറികടക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മുടെ ടോട്ടൽ റെസിപ്റ്റ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആവുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ അത് തന്നെ പൈസ വ്യത്യാസം ഇല്ലാതെ ടോട്ടൽ റെസിപ്റ്റ്സും എത്ര തന്നെയാണ്, സെയിം എമൗണ്ട് ആണ്. എങ്ങനെയാണ് അത് സെയിം ആക്കുന്നത്, ആ കടം എടുത്തുകൊണ്ട് ലയബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷത്തെ കടം എന്ന് പറയുന്നത് എത്ര, 15.68 ലക്ഷം കോടി രൂപയാണ് കടം. ഓക്കെ, സോ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ഈ പൊതുകടം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അല്ലേ. ഈ പൊതുകടം എന്നുള്ള പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി 2003 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് FRBM ആക്ട്. എന്താണ് FRBM ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, FRBM ആക്ടിന് 2 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ടാർഗറ്റ് റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 0 ആക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ടാർഗറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 3% ഓഫ് GDP എന്നുള്ളൊരു ടാർഗറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്, കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്. കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്. കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്. ഇതാണ് FRBM ആക്ടിൻ്റെ, FRBM ആക്ട് 2003 ഒറിജിനൽ പ്രൊവിഷൻസ് ആണിത്. ഇത് തന്നെയാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. കാരണം ഈ FRBM ആക്ട് പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ചില മാറ്റങ്ങൾ ഈ ടാർഗറ്റ്സിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം ഒറിജിനൽ ആക്ട് ബേസ് ചെയ്ത് അതിൻ്റെ ടാർഗറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 2 ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 0, രണ്ടാമത്തത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 3% ഓഫ് GDP. അപ്പോൾ അതെന്താണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 0? എഗെയിൻ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ പ്ലോട്ട് ചെയ്യുന്നത് വെച്ചിട്ട് പറയാം. റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ, റവന്യൂ, ക്യാപിറ്റൽ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ റവന്യൂ റെസിപ്റ്റ്, ഇത് രണ്ടും കൂടെ ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത്രയും കാര്യങ്ങളല്ലേ അതിൽ വരുന്നത്. ഇതിൽ ഏതാണ് റവന്യൂ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിനെയാണ് റവന്യൂ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. റവന്യൂ ബഡ്ജറ്റിൽ എന്തൊക്കെയുണ്ട്, റവന്യൂ ബഡ്ജറ്റിൽ 2 എൻട്രി ഉണ്ട്, റവന്യൂ റെസിപ്റ്റും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. എപ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്, വെൻ അവർ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റെസിപ്റ്റ്. എപ്പോഴാണോ വരവിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യുന്നത് അപ്പോഴാണ് എന്ത്, ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. ആ നിലയ്ക്ക് റവന്യൂ ഡെഫിസിറ്റ് 0 ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, എക്സ്പെൻഡിച്ചറും റെസിപ്റ്റും സെയിം ആവുക എന്നല്ലേ അർത്ഥം. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു റവന്യൂ റെസിപ്റ്റ് ആകുമ്പോഴല്ലേ എന്ത് സെയിം ആവുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു റവന്യൂ റെസിപ്റ്റ് ആകുമ്പോഴാണ് സെയിം ആവുന്നത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് 0 ആവും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും, ശമ്പളം, പെൻഷൻ, സബ്സിഡി, മുമ്പെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം മുമ്പെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ് സിംഗിൾ ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ ഐറ്റം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് കമ്പോണൻസ്, ബഡ്ജറ്റിൻ്റെ ഇത്തവണത്തെ ഫിഗേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പരമ്പരാഗതമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെൻഡിച്ചർ സൈഡിലെ സിംഗിൾ ലാർജസ്റ്റ് എക്സ്പെൻഡിച്ചർ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പെടുത്ത കടങ്ങളുടെ ബാധ്യതയായിട്ടുള്ള പലിശ, ഇൻട്രസ്റ്റ് ആണ് സിംഗിൾ ലാർജസ്റ്റ് ആയിട്ട്. കഴിഞ്ഞ വർഷം ചെറിയൊരു മാറ്റം വന്നിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ. ഇത്തവണത്തെ ബഡ്ജറ്റിൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള സാലറി ആവട്ടെ, പെൻഷൻ ആവട്ടെ, സബ്സിഡി ആവട്ടെ, കോമ്പൻസേഷൻ ആവട്ടെ, പിന്നെ ഈ പറയുന്ന മുൻ വർഷങ്ങളിലെ ലോണിൻ്റെ ബാധ്യതയായിട്ടുള്ള ഇൻട്രസ്റ്റ് ആവട്ടെ, ഇതെല്ലാം റവന്യൂ റെസിപ്റ്റ് ആയിട്ടുള്ള ടാക്സ് കൊണ്ടും നോൺ ടാക്സ് കൊണ്ടും മീറ്റ് ചെയ്താൽ എന്ത് 0 ആവും, റവന്യൂ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു 0 ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിലോസഫി എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം റവന്യൂ റെസിപ്റ്റ് കൊണ്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, അതായത് കടമെടുക്കുന്ന പൈസയും ആസ്തി നഷ്ടപ്പെടുത്തി കിട്ടുന്ന പൈസയും പൂർണ്ണമായും എന്തിന് വിനിയോഗിക്കാം, പൂർണ്ണമായും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വിനിയോഗിക്കാം. അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വിനിയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ എന്തായിട്ട് മാറും, റവന്യൂ റെസിപ്റ്റ് ആയിട്ട് മാറും. അങ്ങനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഓൾറെഡി റവന്യൂ ഡെഫിസിറ്റ് 0 ആയ ഒരു രാജ്യത്ത് എന്തുണ്ടാവും, റവന്യൂ സർപ്ലസ് ഉണ്ടാവും. ആ സർപ്ലസ് പിന്നെ എന്തിനു ഉപയോഗിക്കാം, ആ സർപ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് കുറയ്ക്കാം, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടുള്ള ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് ആസ്തി വിറ്റുതൊലയ്ക്കലും അതുപോലെ തന്നെ കടമെടുപ്പും ഒക്കെ കുറയ്ക്കാം.
സോ ഇങ്ങനെ ഒരു കിനാശേരി സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ഫിസ്ക്കൽ പ്രൂഡൻസിന് വേണ്ടി അല്ല ഒരു ഫിസ്ക്കൽ ഡിസിപ്ലിന് വേണ്ടിയാണ് എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റ് കൊണ്ട് മീറ്റ് ചെയ്ത് റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കണം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, ഇപ്പോൾ FRBM ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഓർത്തിരുന്നാൽ മതി, എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഓൾ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ ഷാൾ ബി മെറ്റ് വിത്ത് ദ റവന്യൂ റെസിപ്റ്റ്സ് വിച്ച് ഇൻക്ലൂഡ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റെസിപ്റ്റ്സ്. ഓക്കെ, അതിൻ്റെ ഒരു ഫിലോസഫി ഓർത്തല്ലോ. രണ്ടാമത്തതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ടാർഗറ്റ്. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് അത് പഠിക്കാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഫിസ്ക്കൽ ഡെഫിസിറ്റിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ഈക്വൽ ടു, എൻ്റെ ഒപ്പം നിങ്ങൾ എഴുതിക്കോ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് ടോട്ടൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? എന്താണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുക്കുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, ഈ മൈനസ് ഈ ബ്രാക്കറ്റിനുള്ളിലാണ്, അപ്പോൾ ഇതും മൈനസ് ആയിട്ട് മാറും എന്നുള്ളത് ഓർക്കുക. ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് കുറയ്ക്കുക, അതിൽ നിന്ന് ടോട്ടൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കുറയ്ക്കുക. അപ്പോൾ ഇതിവിടെ ഒന്ന് വരച്ച് നോക്കാം, നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് വരച്ച് നോക്കാം. റെസിപ്റ്റ്, ഇത് ഈ ബഡ്ജറ്റ് കമ്പോണൻസ് പ്ലോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഇവിടെ എന്തൊക്കെ വരും? ടാക്സ് വരും, നോൺ ടാക്സ് വരും. റവന്യൂ റെസിപ്റ്റിൽ നോൺ ടാക്സ് വരും. ഇവിടെ എന്തൊക്കെ വരും? ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരും, ഇവിടെ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരും. എക്സ്പെൻഡിച്ചറിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റെസിപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഇവരെന്താ പറയുന്നത്? ആദ്യമേ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണക്കാക്കുക. ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണക്കാക്കണമെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടണം. ഓക്കെ, കൂട്ടി ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടി. ഇനി അതിൽ നിന്ന് ആദ്യം എന്ത് കുറയ്ക്കണം? ആദ്യമേ ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് കുറയ്ക്കണം. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ടാക്സും ഉണ്ട്, നോൺ ടാക്സും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കുറച്ചു. അപ്പോൾ ആ ബോക്സ് മൊത്തത്തിൽ പോയി, കുറച്ചു. ഇനി വീണ്ടും എന്താ കുറയ്ക്കേണ്ട? മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. എന്ത് കുറയ്ക്കണം? ടോട്ടൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കുറയ്ക്കണം. ടോട്ടൽ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് കുറയ്ക്കണം. ഇനി ഒന്നും കുറയ്ക്കാനില്ലല്ലോ. എന്താണ് ഇപ്പോൾ ബാക്കി വന്നത്? ബാക്കി വന്നത് ഡെപ്റ്റ് അല്ലേ? അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് ഇക്വേഷൻ അപ്പാർട്ട്, നിങ്ങൾ ഇക്വേഷൻ പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കോ. എല്ലാ വർഷവും ബഡ്ജറ്റ് ഡെഫിസിറ്റ് മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ബോറോ ചെയ്യുന്ന ഫ്രഷ് ബോറോയിങ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കിനി ആ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് തന്നെ നോക്കാം. ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ശ്രദ്ധിച്ചേ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കേ. 9 - 1 + 5 + 6 എന്നുള്ളതല്ലേ? അപ്പോൾ ഇതെല്ലാം മൈനസ് ആവത്തില്ലേ? 9 എന്താണ് എൻട്രി നോക്കേ? 9 ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് 1 റവന്യൂ റെസിപ്റ്റ്സ്, ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് 5. അഞ്ചാമത്തെ എന്താണെന്ന് നോക്കേ? അഞ്ചാമത്തത് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടുള്ള റിക്കവറി ഓഫ് ലോൺസ്. മൈനസ് 6 എന്താണ്? അതർ റെസിപ്റ്റ്സ് അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയല്ലേ ഇത്? ഇവർ നമ്പർ വെച്ച് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് മൈനസ് റിക്കവറി ഓഫ് ലോൺസ് മൈനസ് അതർ റെസിപ്റ്റ്സ് ചെയ്യുമ്പം കിട്ടുന്നതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നോക്കേ, അപ്പോൾ 17ൻ്റെ വാല്യൂ എത്ര നോക്കേടെ? 17ൻ്റെ വാല്യൂ 15.6896 ലക്ഷം കോടി രൂപ അല്ലേ? അല്ലെങ്കിൽ 15,68,936 കോടി രൂപ. ഇതാണെന്ത്? ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഇനി ഈ ഫിഗർ നിങ്ങൾ, ഇത് 17ാമത്തെ എൻട്രിയിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതിൻ്റെ വാല്യൂ 15.68 ലക്ഷം കോടി രൂപയല്ലേ? ഈ ഫിഗർ നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കേ? ഇതാ നോക്കട്ടെ, 7ാമത്തെ എൻട്രിയുടെ വാല്യൂ നോക്കേ. 7ാമത്തെ എൻട്രി ബോറോയിങ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് അല്ലേ? അതും എത്ര തന്നെ? 15.68 ലക്ഷം കോടി രൂപയല്ലേ? അപ്പോൾ എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബോറോയിങ്സ്. അങ്ങനെയാണ് എങ്കിൽ ആ രണ്ടാമത്തെ ടാർഗറ്റ് എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ഫിസ്ക്കൽ FRBM ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ടാർഗറ്റ് ഞാൻ പറഞ്ഞു. FRBM ആക്ട് 2003 എന്താണ്? എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ആണ്. രണ്ടാമത്തെ ടാർഗറ്റ്, ഒറിജിനൽ ടാർഗറ്റ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് 3% ഓഫ് GDP. ഇതിനൊരു ടാർഗറ്റ് ഇയർ ഉണ്ടായിരുന്നു 2008. അതായത് 2008 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് റവന്യൂ ഡെഫിസിറ്റ് 0 ആയിരിക്കണം. ആ വർഷത്തെ ഫ്രഷ് ബോറോയിങ്സ് എന്ന് പറയുന്ന ആ വർഷത്തെ GDPയുടെ 3% മുകളിൽ പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ആ വർഷത്തെ GDP ഇമാജിൻ 100 കോടി രൂപയാണ് എങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് എത്ര കോടി മാത്രമേ കടമെടുക്കാൻ പറ്റത്തുള്ളൂ? ഈ 100 കോടിയുടെ 3% എന്ന് പറയുമ്പോൾ 3 കോടി. മീൻസ് പ്രൊപ്പോർഷണൽ ആയിട്ട് ചിന്തിക്കുക. ആ വർഷത്തെ GDP എത്രയാണോ അതിൻ്റെ
3% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കടമെടുപ്പല്ലേ ഡെപ്റ്റിന്റെ മേലെ ഒരു കർബ് കൊണ്ടുവരികയല്ലേ ചെയ്ത ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് കൊണ്ടുവരുന്നത് വഴി ആദ്യമേ ഫിസ്ക്കൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നു. ഇനി എത്ര രൂപ കടമെടുക്കണമെന്നുള്ളതിന് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയന്ത്രണം എത്രയാണ്? 3 കോടി എന്നൊന്നും പറയില്ല, ഞാൻ അത് ഉദാഹരണം പറഞ്ഞതാ. 3% ഓഫ് GDP. GDP എത്രയാണോ ആ വർഷത്തെ അതിന്റെ 3% മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബോറോ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 75/21 ക്വസ്റ്റ്യൻ മീൻസ് പ്രിലിംസിന്റെ ചോദ്യമാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, പണ്ടൊക്കെ ഡിഗ്രി തല പരീക്ഷകളെല്ലാം കേവലം എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷൻ 5 ഇയർ പ്ലാൻസിലേക്ക് ഒതുങ്ങി നിന്നെടുത്തതാ നോക്കൂ, ബഡ്ജറ്റ് കമ്പോണൻസ് ഒക്കെ ചോദ്യമായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏതാണ് കറക്റ്റ് ആൻസർ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ റെസിപ്റ്റ്സ് ആണോ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? അല്ല. ഓപ്ഷൻ ABCD അതല്ലല്ലോ. എന്താണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓപ്ഷൻ ബി ശരിയല്ലേ? ഇനി ഓപ്ഷൻ സി എന്താണ്? റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അല്ല. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് പ്ലസ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. അല്ല. എല്ലാ ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരത്തില്ലല്ലോ, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് അല്ലേ വരത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ആദ്യം കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇക്വേഷൻ നമുക്ക് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. ഫ്രഷ് ബോറോയിങ്സ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 37/2023. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. നെറ്റ് റവന്യൂ റെസിപ്റ്റ്സ്, അതിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ്സ് കഴിച്ച് റിക്കവറി ഓഫ് ലോണും അതർ റെസിപ്റ്റ്സും കഴിച്ചാൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത്? പിന്നെ ബാക്കിയുള്ളതാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. സോ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൺ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് FRBM ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇതൊരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് 3 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കേ. സ്റ്റേറ്റ്മെന്റ് 1, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ടു ബി റെഡ്യൂസ് ടു 5% ഓഫ് GDP. ആണോ? അപ്പോൾ ഇവിടെ നിന്ന് കാലിബ്രേറ്റ് ചെയ്യുക. 5% ഓഫ് GDP ആയിട്ടാണോ ഫിസ്ക്കൽ ഡെഫിസിറ്റ്? അല്ല, 3% ഓഫ് GDP ആയിട്ടാണ് ഒറിജിനൽ ആക്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്ന ഓപ്ഷൻ ആയിട്ടുള്ള A എലിമിനേറ്റ് ചെയ്യാം, C എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ D എലിമിനേറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ കിട്ടിയ ആൻസർ ബി ആണ്. ആൻസർ ബി എന്താണ്? only 2 and 3 മാത്രം. 2 നോക്കേ, കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ടാർഗറ്റ് ആയിരുന്നല്ലോ. റവന്യൂ ഡെഫിസിറ്റ് ഈക്വൽ 0. ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ഇൻ ഫിസ്ക്കൽ ഓപ്പറേഷൻസ് ആണല്ലോ. ഫിസ്ക്കൽ ഡിസിപ്ലിന് വേണ്ടിയും അതുപോലെ തന്നെ എന്താണ് ഫിസ്ക്കൽ പ്രൂഡൻസിനും ഡെറ്റ് മാനേജ്മെന്റിനും വേണ്ടിയാണ് FRBM ആക്ട് പാസ്സാക്കിയത്. ഇനി നെക്സ്റ്റ് സെഷനിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സെഷനിൽ ഇത്തവണത്തെ ബഡ്ജറ്റിലെ ട്രെൻഡ്സ് അനലൈസ് ചെയ്തുകൊണ്ട് മുൻവർഷത്തെ ചോദ്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കണ്ട് ഇതിൽ നിന്നുള്ള നോട്ട്സ് എഴുതിയെടുക്കുക. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ.